ആക്ടിങ് ഇപ്പം ഇമ്മീഡിയറ്റ് തുടങ്ങാൻ പോകുന്നത് ഔസേപ്പിന്റെ ഒസിത്ത് എന്ന് പറയുന്നൊരു സിനിമയാണ്. ശരത് എന്ന് പറയുന്നൊരു പുതിയ ഡയറക്ടറാണത്. ഞാനും നമ്മുടെ ദിലീഷ് പോത്തനുമാണ് പ്രധാന കഥാപാത്രങ്ങൾ ചെയ്യുന്നത്. നമ്മുടെ കുട്ടേട്ടൻ, കനി കുസൃതി, അങ്ങനെ നല്ലൊരു താരനിരയുണ്ട്. വളരെയധികം എക്സൈറ്റ് ചെയ്യിപ്പിച്ചൊരു സബ്ജക്റ്റാണ്. അപ്പോൾ അത് നെക്സ്റ്റ് മന്ത് 6 തുടങ്ങുന്നത്. അപ്പോൾ അതിനുവേണ്ടി റെഡി ആയിക്കൊണ്ടിരിക്കുന്നു. അതാണ് ഇനിയിപ്പം ഇമ്മീഡിയറ്റ് തുടങ്ങുന്നത്. അത് കഴിഞ്ഞ് പിന്നെ ജോയിൻ ചെയ്യുന്നത് ബ്രോമാൻസ് എന്ന് പറയുന്നൊരു സിനിമയാണ്. നമ്മുടെ ജോൻജോടെ ഡയറക്റ്റ് ചെയ്യുന്നത്. അതിനകത്ത് അർജുന അശോകനും നമ്മുടെ സംഗീത്, നമ്മുടെ പ്രേമലൂലെ പേരുണ്ടല്ലോ, പിന്നെ മാത്യൂസ്, മഹിമ നമ്പ്യാർ, ഞങ്ങൾ 5 പേരാണ് പ്രധാന കഥാപാത്രങ്ങൾ. അപ്പോൾ അതാണ് അതിന് ശേഷം ജോയിൻ ചെയ്യുന്നത്. പിന്നെ അതിന് പുറകെ സിനിമകളുണ്ട്, അതൊക്കെ തുടങ്ങുന്ന മുറയ്ക്ക് പറയാം. ഓക്കെ. അല്ല, ഇതൊക്കെ കുറേ മാസങ്ങൾക്ക് മുൻപ് നമ്മൾ കഥ കേട്ട് കമ്മിറ്റ് ചെയ്യുന്നതല്ലേ, കുറെ മുൻപുള്ളതാ. ഇല്ല അങ്ങനൊന്നുമല്ലേ. കനി ഒരിക്കലും അങ്ങനെ ഒരു പേഴ്സൺ ആണെന്ന് എനിക്ക് തോന്നിയിട്ടില്ല. എനിക്ക് അങ്ങനെ വളരെ വലിയ അടുപ്പമില്ല. ഞങ്ങൾ വളരെ ചുരുക്കം സിനിമകളിൽ അഭിനയിച്ചിട്ടുള്ളൂ. പക്ഷേ അവരെക്കുറിച്ച് അറിഞ്ഞത്രയും അവരങ്ങനെയുള്ളൊരു ആളല്ല. എനിക്കൊന്നും മലയാളത്തിൽ ഇപ്പോൾ ഉള്ള ആരും അങ്ങനെ പെട്ടെന്നൊരു സക്സസ് വരുമ്പോൾ അതിൻ്റെ പേരിൽ ശമ്പളം കൂട്ടുന്ന ആളുകളല്ല. നമ്മൾ മുൻപ് കേട്ടങ്ങനെ പരിചയം ഉണ്ടെന്നുണ്ടെങ്കിലും മലയാളത്തിൽ അങ്ങനെ ആരും ഇല്ല എന്നുള്ളതാണ് എൻ്റെ അറിവ്. അതെ തീർച്ചയായിട്ടും കനി ഉള്ളത് വലിയൊരു മൈലേജ് തന്നെയാണ് ആ സിനിമയ്ക്ക്. ഇപ്പം എന്നെ കൊന്നില്ലേ അതിനകത്ത്, വെടിവെച്ച് കൊന്നില്ലേ. ഞാൻ രാജനോട് പറഞ്ഞായിരുന്നു, ഒന്ന് കണ്ണിറക്കി കാണിച്ചിരുന്നെങ്കിൽ ഞാൻ ഒഴിഞ്ഞു മാറിയെന്ന് പറഞ്ഞു ലൂസിഫറിൽ. അപ്പോൾ അതുകൊണ്ട് ഇതിലില്ല, ഇമ്പരാനില്ല. ഡയറക്ഷൻ നടക്കുന്നു അതിൻ്റെ ഡിസ്കഷൻസ് ഒക്കെ നടക്കുകയാണ്. അപ്പോൾ അത് ആകുമ്പോൾ പറയാൻ തരും ഉണ്ടാവും തീർച്ചയായിട്ടും. ഈ പറയുന്ന പോലെ സിനിമയാണല്ലോ നമ്മുടെ ജീവിതം. അപ്പം സിനിമയിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്നത്ര നമ്മുടെ കഴിവിനനുസരിച്ചുള്ള കാര്യങ്ങൾ ചെയ്യുക എന്നുള്ളതാണ്. ഡയറക്ഷനും എഴുത്തും ഒക്കെ എന്നെ സംബന്ധിച്ച് എൻ്റെ ജീവനെ പോലെ കൊണ്ട് നടക്കുന്ന കാര്യങ്ങളാണ്. അപ്പോൾ തീർച്ചയായിട്ടും അതിനു വേണ്ടിയൊക്കെ ശ്രമിച്ചുകൊണ്ടേയിരിക്കും. എല്ലാത്തിനും ഒരു സമയമുണ്ടല്ലോ. ഇല്ല, ഇപ്പം വരുന്ന ഈ സിനിമകളിലൊന്നും പോലീസല്ല. അപ്പോൾ അതുകൊണ്ട് എന്താണ് ഇപ്പോൾ പറഞ്ഞ പോലെ നമ്മൾ ചില സിനിമകൾ പോലീസാണെന്ന്, പോലീസ് ഞാനിപ്പോൾ ഈ താടി വളർത്തിയിരിക്കുന്നത് തന്നെ കുറച്ചൊരു ഗ്യാപ്പ് ഇടാൻ വേണ്ടിയിട്ട്. അപ്പം നമ്മുടെ സുഹൃത്തുക്കളൊക്കെ വിളിക്കുമ്പോൾ, അയ്യോ വേറൊരു സിനിമയിൽ താടി വളർത്തിയിരിക്കും, ഇപ്പം ബുദ്ധിമുട്ടുണ്ട്, അങ്ങനെ പറയാമല്ലോ. അല്ലെങ്കിൽ അവർക്കൊരു വിഷമം തോന്നും. അപ്പം അത് അശോകൻ ചേട്ടന് മാത്രമുള്ള ലൈസൻസ് ആണ് താടി വെച്ച് പോലീസായിട്ട് അഭിനയിക്കുന്ന ഒരു കുറവായിട്ട് എനിക്കൊരിക്കലും തോന്നിയിട്ടില്ല കേട്ടോ. കാരണം ഇല്ല, സ്ഥിരമായിട്ടാണ് നമ്മൾ ചെയ്യുന്നുണ്ടെന്നുണ്ടെങ്കിലും ആ ക്യാരക്ടേഴ്സ് ഓരോ നോക്കി കഴിഞ്ഞാൽ അതിനൊക്കെ എന്തെങ്കിലും ഒരു ഡിഫറൻസ് ഉണ്ടാവും. പിന്നെ ആ കഥയിൽ വളരെയധികം പ്രാധാന്യമുള്ളൊരു കഥാപാത്രമായിരിക്കും. അതല്ലാതെ നമ്മൾ ചെയ്യുമ്പോഴാണല്ലോ ഇത് ഓരോ കഥാപാത്രത്തിനും എന്തെങ്കിലുമൊക്കെ പ്രത്യേകതകളുള്ള ടൈപ്പ് പോലീസ് കഥാപാത്രങ്ങളാണ് ഞാൻ ചെയ്തിട്ടുള്ളതും അതല്ലാത്തതും ചെയ്തിട്ടുണ്ട്. അതെ, അപ്പം പിന്നെ അതല്ലാതെയും ചെയ്തിട്ടുണ്ട്. പിന്നെ സിനിമ എന്ന് പറയുന്നത് നമ്മുടെ ജീവിതം കൂടിയാണല്ലോ.